KSRTCയിലെ അന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ. നമ്മൾ ഈ അന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് KSRTCയിലെ ചെക്കിംഗ് ഇൻസ്പെക്ടർമാരുടെ പ്രവൃത്തികളെക്കുറിച്ച്. ഏതായാലും അന്വേഷണ വിഭാഗം ജീവനക്കാർ KSRTCയിലെ തന്നെ ട്രേഡ് യൂണിയനുകൾക്ക് മാസവരി കൊടുക്കുന്നവരും ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള വ്യക്തികളാണ്. ഏതായാലും എനിക്ക് അടുത്തിടയ്ക്ക് ഒരു കുറ്റപത്രം ലഭിക്കുകയുണ്ടായി. അപ്പോൾ കുറ്റപത്രം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെയും മാനേജ്മെൻറ്റിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ പിറവം ഡിപ്പോയിലെ ഡ്രൈവർ VV ഹരിദാസ് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകമായി പറയുന്നിരിക്കുന്നത്. വസ്തുതാപരമായിട്ട് അന്വേഷിച്ചപ്പോൾ വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുകയും അത് ആ സംഭവത്തിൻ്റെ പേരിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാനേജ്മെൻറ്റിനോട് ശുപാർശ ചെയ്യുന്ന അന്വേഷണ ഉത്തരവ് 2 ചെക്കർമാർ ചേർന്ന് നടപ്പിലാക്കിയിരിക്കുകയാണ്. എറണാകുളം സ്ക്വാഡ് IC ആയിട്ടുള്ള ചെക്കർ ശ്രീ AN സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു ചെക്കറും ഇൻസ്പെക്ടർ ഇൻചാർജ് എന്നുണ്ട് കേട്ടോ, അത് പ്രത്യേകം ചേർക്കണേ. എങ്ങനെയാണ് ശ്രീ ആന്റണി ജോസഫ്, പുള്ളിക്ക് ചാർജ് ഇല്ല, വെറും വെറും ഇൻസ്പെക്ടർ മാത്രം. അപ്പോൾ ഒരാൾ ചാർജ് ഉള്ളതും ഒരാൾ ഇൻചാർജ് ഉള്ളതും ഒരാൾ ഇൻചാർജ് ഇല്ലാത്തതുമായിട്ടുള്ള 2 വ്യക്തികൾ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റിനെയും KSRTCയുടെ ചുമതലയുള്ള ഗതാഗത മന്ത്രിയെയും പരിഹസിച്ചു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീഡിയോ എടുത്തു എന്നുള്ളതൊക്കെയുള്ളതാണ് എൻ്റെ പേരിലുള്ള കുറ്റം. ഏതായാലും KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങളെ പറയുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും KSRTCയിൽ മുൻപുണ്ടായിരുന്ന ട്രേഡ് യൂണിയനുകൾ സ്വീകരിച്ചിരുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് KSRTCയുടെ ചുവരുകളിൽ, നിങ്ങൾക്കറിയാം, ഭിത്തികളിൽ എല്ലാം ഈ ചെല്ലുന്ന സമയത്ത് കൊടിതോരണങ്ങൾ, നോട്ടീസ് ബോർഡുകൾ ഇതൊക്കെയാണ്. അപ്പോൾ അത്തരം നോട്ടീസ് ബോർഡുകളിലൂടെ ആണ് തൊഴിലാളികളുടെ ഇടയിലേക്കും മറ്റ് സമൂഹത്തിൻ്റെ മുമ്പിലേക്കും പൊതുജനങ്ങളുടെ ഇടയിലേക്കും KSRTCയുടെ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പുകൾ ഓരോ സംഗതികളെക്കുറിച്ചും KSRTCയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള വിമർശനവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഈ ആധുനിക യുഗത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും പ്രകടമായിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ വെൽഫെയർ അസോസിയേഷനിലെ ട്രേഡ് യൂണിയൻ അംഗങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനും വെൽഫെയർ അസോസിയേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും KSRTCയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കുവാനും അവരുടെ ആശയങ്ങളെ സ്വീകരിക്കുവാനും അവരോട് സംവദിക്കുവാനും ഒക്കെ പറ്റുന്ന മാധ്യമങ്ങളിലൂടെ, ഇപ്പം ഈ വീഡിയോ തന്നെ ഫേസ്ബുക്കിലായിട്ടും വാട്സപ്പിലായിട്ടും യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ ഈ ചാനലുകാർ അവർ വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എവിടെയാണ് ഈ പറയുന്ന അപകീർത്തിപ്പെടുത്തലുണ്ടാകുന്നത്? കീർത്തിപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് KSRTC ചെയ്തിട്ടുള്ളത്? ഏകദേശം 12 മാസം കൊണ്ട് 400-ൽ പരം ജീവനക്കാർ മരണമടയുന്ന, 15 മാസം കൊണ്ട് 400-ൽ പരം ജീവനക്കാർ മരണമടഞ്ഞു എന്ന് KSRTC തന്നെ എഴുതി തന്നിരിക്കുന്ന വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ആ മരണങ്ങൾ എങ്ങനെയാണ് അപമാനമായി തീരുന്നത്? ആ മരണങ്ങൾ അപമാനമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മരിക്കപ്പെട്ടവരും അനാഥരാക്കപ്പെട്ട കുടുംബങ്ങളിലും എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് ഈ ലോകം മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സാമൂഹ്യ സേവന പ്രക്രിയയായി മാറുകയും ചില ചാരിറ്റി പ്രവർത്തകർ, എല്ലാവരും അല്ല കേട്ടോ, ചില ചാരിറ്റി പ്രവർത്തകർ 10 രൂപയുടെ ഒരു കൂടി ബിസ്ക്കറ്റ് മേടിച്ച് ഏതെങ്കിലും തെരുവോരത്ത് കഴിയുന്ന ഒരു യാചകൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും അവൻ്റെ കവളോട് കവള് ചേർത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്നുള്ള വ്യാജേന ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അല്പത്തം നിറഞ്ഞ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ KSRTCയിൽ ഒരു മാസം അധ്വാനിച്ച ജീവനക്കാരന് അവന് നൽകുവാനുള്ള ശമ്പളം പോലും കേരളത്തിലെ ഇറങ്ങുന്ന എല്ലാ മാധ്യമങ്ങളിലും പരസ്യം ചെയ്തുകൊണ്ട് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രസകരമായിട്ടുള്ളത്, ഞാൻ പരിഹസിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. ഈ ചെക്കർമാർ 2 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ അതിനകത്ത് ഒരു ചെക്കർ കാണിച്ചൊരു വീഡിയോ, 1-ാം തീയതി ശമ്പളം കൊടുക്കും. മന്ത്രി പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? മന്ത്രിയെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഏതായാലും KSRTCയിലെ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലേബർ കമ്മീഷണറേറ്റിലാണ്, അത് തൊഴിൽ വകുപ്പിൻ്റെ കീഴിലാണ്. അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തൊഴിലാളി സംഘടനകൾ അവരുടെ കാര്യങ്ങൾ ജീവനക്കാരോട് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളൊരു ഒരു വീഡിയോ കാണിക്കാം. അത് വീഡിയോ മുഴുവൻ കാണിക്കാനും പറ്റില്ല, അതിൽ ശബ്ദം കുറച്ച് കേൾപ്പിക്കാം, കാരണം തെറിയാണ് വിളിക്കുന്നത്. ഞാനേക്കാരും ഈ മാധ്യമത്തിലൂടെ എന്നെ കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം, അസഭ്യങ്ങളായിട്ടുള്ള വർത്തമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഏതായാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട അംഗങ്ങൾ ചീഫ് ഓഫീസിൻ്റെ മുൻപിൽ പ്രകടനം നടത്തുന്ന ഒരു പ്രകടനത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ നിശബ്ദമായിരിക്കുകയും ന്യായമായ കാര്യങ്ങൾ, ജീവനക്കാർ മരണമടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജീവനക്കാർ പട്ടിണി കിടക്കുമ്പോഴും ജീവനക്കാർ പലിശക്കാരാൽ കൊല്ലപ്പെടുമ്പോഴും മന്ത്രി
കടന്നു വന്നിട്ട് കുറേ തള്ളുകൾ മാത്രം നടത്തുകയും എല്ലാ പാപഭാരങ്ങളും ജീവനക്കാരുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ജീവനക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് KSRTCയിൽ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഈ ചെക്കർമാർ എന്ന് പറയുന്ന വിഭാഗം KSRTCയിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളെ നിയന്ത്രിക്കുകയും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളിൽ അംഗങ്ങളായിരിക്കുകയും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയന് മാസവരി കൊടുക്കുകയും ചെയ്യുന്ന ഏകദേശം 800-നടുത്ത് വരുന്ന ചെക്കർ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ അവർ തന്നെയാണ് ഇത്തരം എൻക്വയറി റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. അവരുടെ ഭീഷണികൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ആത്മഹത്യ ചെയ്യുന്നതിലേക്കും അവരെ മറ്റു മാരക രോഗങ്ങളിലേക്കും ഭീതി നിമിത്തം ഇവരുടെ കാൽക്കൽ വന്ന് വീണ് കൈക്കൂലി കൊടുക്കുന്നതിലേക്കും ഒക്കെ സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വെൽഫെയർ അസോസിയേഷനിൽപ്പെട്ടവരംഗം പോലും നിങ്ങളുടെ ഈ വാറോല കണ്ട് ഭയക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഈ 2 ചെക്കർമാർ എൻ്റെ മുമ്പിൽ വന്ന് മൊഴിയെടുക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, KSRTCയിലെ മുഴുവൻ ഇൻസ്പെക്ടർമാരെയും ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി. അത് അന്വേഷിക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. കാരണം അവരെക്കുറിച്ച് തന്നെ പ്രതികളായിട്ടുള്ള അവർ കൂടി വാദികളായിട്ടുള്ളൊരു കേസിലാണ് എൻക്വയറിക്ക് വരുന്നത്. അവർ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയുകയും ആ മറുപടികളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് തെളിയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും എങ്ങനെയാണ് ഈ സ്ഥാപനം നശിക്കുന്നത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ KSRTCയിലെ ചെക്കർമാർ. ബഹുമാനപ്പെട്ട ടോമിൻ ജെ തച്ചക്കരി സാർ 35 വർഷമായി KSRTCയിൽ ഇല്ലാത്തൊരു തസ്തികയാണ് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ നിർത്തലാക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെതിരായി സംയുക്ത ട്രേഡ് യൂണിയൻ, അതായത് എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് ഒരു സമരം നടത്തുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലായി വെൽഫെയർ അസോസിയേഷൻ അറിയിച്ച ഒരു സംഗതിയാണ് ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തിക ഇല്ലാത്തതാണ് എന്ന്. പിറ്റേന്ന് തന്നെ അദ്ദേഹം ഉത്തരവിറക്കുന്നു, അന്വേഷിച്ചിട്ട് ഉത്തരവിറക്കുന്നു, 35 വർഷമായിട്ട് ഇങ്ങനെ ഒരു തസ്തിക അനാവശ്യമായിട്ട് തുടരുന്നു, അതില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവ് വരുന്നത്. അപ്പോൾ ഈ ചെക്കർമാർ ഇത്തരത്തിൽ ഈ ഇല്ലാത്ത തസ്തികകളും ഇല്ലാത്ത അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്വയം അന്വേഷണ ഉദ്യോഗസ്ഥരായി ചമഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി മാനേജ്മെൻറ്റിന് വേണ്ടിയും അവർ വിശ്വസിക്കുന്ന ട്രേഡ് യൂണിയന് വേണ്ടിയും തൊഴിലാളികളെ ഉപദ്രവിക്കുകയാണ്. ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാർ ഇവിടെ KSRTCയിൽ നടന്നിട്ടുള്ള എല്ലാ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളുടെ ഹർത്താലുകൾക്ക് അതാത് സംഘടനകളിൽപ്പെട്ട ചെക്കർമാർ, ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള ചെക്കർമാർ, അവർ ഈ ഡ്യൂട്ടികൾ മുടക്കുകയും വണ്ടി സർവീസ് അയക്കാതിരിക്കുക, ആ ഹർത്താലിനെ വിജയിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് KSRTCയിൽ ഇവർ സംയുക്ത പണിമുടക്ക് നടത്തുന്ന ഘട്ടത്തിൽ ടോമിൻ ജെ തച്ചക്കരി സാർ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത്തരം ഒരു തസ്തികയില്ലാത്തതാണെന്ന്, ഇവർക്ക് ഈ കൺട്രോളിംഗ് അധികാരം അങ്ങനെ ജനറൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തതാണെന്നും ATOമാരോട് കർശന നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്ത് ആ സമരത്തെ പൊളിക്കുന്നൊരു സന്ദർഭം ഉണ്ടായത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ KSRTCയിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ ഇടപെടുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ട്രേഡ് യൂണിയനുകൾ ഇടപെടുന്നത് ഈ ട്രേഡ് യൂണിയൻ നേതാക്കളായിട്ടുള്ള ജനറൽ കൺട്രോളിംഗ് ചെക്കർമാരെ കൊണ്ടാണ് എന്നുള്ളതാണ്. അവർക്ക് വഴങ്ങാത്തവരെ, അവരുടെ വരുതിക്ക് നിൽക്കാത്തവരെ ഇത്തരത്തിൽ കള്ളക്കുറ്റപത്രങ്ങളായും കള്ള റിപ്പോർട്ടുകളായും ഭീഷണിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം KSRTCയിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ ഈ വിവരണം പറഞ്ഞത്. നന്ദി. Thank you.